മീര വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു കാ വച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാമേ. ഈ മീൻ കറിയൊക്കെ വയ്ക്കുന്ന പോലെ ഞാനിവിടെ അവിയലിനൊക്കെ അരിഞ്ഞിട്ടുന്നില്ലേ, ആ കാ അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതിൻ്റെ കറ പിടിക്കാതിരിക്കാനാണ് വെള്ളത്തിലിടുന്നത്. പിന്നെ അതിലൂടെ ചേർക്കാനായിട്ട് ഒരു തക്കാളി നീളത്തിനരിഞ്ഞത് വെച്ചിട്ടുണ്ട്, 4 പച്ചമുളകും കീറി വെച്ചിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് പുളിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു മൺചട്ടിയിലോട്ടിട്ട് കൊടുക്കാം. ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കായും തക്കാളിയും പച്ചമുളകും കൂടി നമുക്കിട്ട് ഈ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിയും കൂടെ ഒഴിച്ച് ഇതിനെ മാറ്റി വയ്ക്കാം. എന്നുവെച്ചാൽ പുളി നേരത്തെ ഒഴിച്ച് വയ്ക്കുന്നത് ഈ കായിലൊക്കെ പുളി പിടിക്കാനാണ്. എന്നിട്ട് നമുക്കിത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിന് വേണ്ട കൂട്ട് റെഡിയാക്കാം. ഞാനിവിടെ 1 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1.5 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉലുവ വറുത്ത് വെച്ചിട്ടുണ്ട്, ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ പിന്നെ കാണിച്ചിട്ടില്ല. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്താണ് അത് മിസ്സായ കാര്യം അറിഞ്ഞത്. പക്ഷേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ, അതും കൂടി ഇട്ടോണം. എന്നിട്ട് ഇതിന് നല്ലപോലെ വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. നല്ലപോലെ ഇതിനെ അരച്ച് എടുത്തിട്ട് നമ്മൾ നേരത്തെ പുളി ഒഴിച്ച് വെച്ചിരിക്കുന്ന മിശ്രിതത്തിലോട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടൊഴിച്ച് നല്ലപോലെ ഇളക്കിയെടുക്കാമേ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇതിനെ തിളപ്പിച്ച് കായൊക്കെ വേവണമല്ലോ, നല്ലപോലെ വേവിച്ചെടുക്കണം. എന്നിട്ട് ഒരു ചീനച്ചട്ടി ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് താളിച്ച് ഈ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാവേ. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഉണക്ക മീനൊക്കെ വയ്ക്കത്തില്ലേ, ആ ഒരു ടേസ്റ്റാണ്. എന്നിട്ട് നാളെ ഇതിനെ ഒന്ന് ചൂടാക്കി വറ്റിച്ചിട്ട് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ കാണുന്നവർ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വേറൊരു ദിവസം കാണാം. താങ്ക് യു.